കേരളത്തിൽ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന കഫ് സിറപ്പിന്റെ ഉപയോഗത്തിനെ കുറിച്ച് പഠിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മധ്യപ്രദേശിൽ 14 കുട്ടികൾ കോൾഡ്രിഫ് എന്ന ചുമയുടെ മരുന്ന് കഴിച്ച് മരണപ്പെട്ടു എന്ന ആരോപണത്തെ തുടർന്നാണ് കേരളത്തിലും ഇത്തരത്തിലൊരു സമിതിയെ രൂപീകരിച്ചതും മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതും. കോൾഡ്രിഫിന്റെ SR13 എന്ന ബാച്ചിൽ ഉൾപ്പെട്ട മരുന്നാണ് മധ്യപ്രദേശിൽ ഇത്തരത്തിലുള്ളൊരു കുട്ടികളുടെ മരണത്തിന് കാരണമാക്കിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ സീരീസിൽപ്പെട്ടതും അല്ലാത്തതുമായ കോൾഡ്രിഫിന്റെ എല്ലാ മരുന്നുകളും കേരളത്തിൽ ഇപ്പോൾ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കുള്ള മരുന്ന് നൽകാൻ പാടില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കുള്ള കഫ് സിറപ്പ് നൽകുമ്പോൾ കർശന നിരീക്ഷണം ആവശ്യമാണെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ചുമയ്ക്കുള്ള മരുന്ന് നൽകാൻ പാടില്ല എന്നും മറ്റു കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മരുന്ന് വേറെ കുട്ടികൾക്ക് ഇതേ കുറിപ്പടി ഉപയോഗിച്ച് മാതാപിതാക്കൾ മരുന്ന് നൽകാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. കാരണം കുട്ടികളുടെ ഭാരമടക്കം വിലയിരുത്തിക്കൊണ്ടാണ് ഡോക്ടർമാർ ഇത്തരത്തിൽ ചുമയുടെ മരുന്ന് നിർദ്ദേശിക്കുന്നത്. ഇത് മറ്റു കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. കോൾഡ്രിഫിന്റെ SR13 എന്ന ബാച്ചിൽ ഉൾപ്പെട്ട മരുന്നാണ് ഇത്രയും കുട്ടികളുടെ മരണത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാത്രമല്ല ഇത് പോണ്ടിച്ചേരി മറ്റ് നോർത്തേൺ സംസ്ഥാനങ്ങളിലടക്കം ഈ മരുന്ന് നിരോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കൃത്യമായി അവലോകനം ചെയ്ത് ബോധവൽക്കരണ ക്ലാസുകളടക്കം നടത്തി കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.